ഹേ ഗായ്സ്, ഇറ്റ്സ് മീ ക്രിഷ്. എന്തൊക്കെയുണ്ട്? സുഖമാണ് ഗൈസ്. ഞാൻ ഇന്നലെ ഒരു കിടിലം വീഡിയോ എടുത്തതായിരുന്നു ഗൈസ്. കിടിലം വീഡിയോ അത്ര ഫ്ലോപ്പായി പോയി. നല്ല നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു ഗൈസ്. എൻ്റെ ബ്ലോഗ് മൂഞ്ചിപ്പോയി ഗൈസ്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇപ്പോൾ. അപ്പോൾ എന്താ പറയുക, ഒരു സുഖമില്ല ഗൈസ്. എങ്ങോട്ടും ഒന്നുമില്ല, വ്ളോഗ് എടുക്കാൻ ഒന്നുമില്ല. അപ്പം ഞാൻ നിങ്ങളടുത്ത് വെറുതെ സംസാരിച്ചിരിക്കാം എന്ന് വിചാരിച്ചു. നമുക്ക് സംസാരിക്കാം, എന്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് ആലോചിക്കുമ്പോഴാണ് കുറച്ച് സംസാരിക്കാനുണ്ടോ നോക്കാം. യെസ്, ഒരു തല്ലിപ്പൊളി ദിവസം, അതായിരിക്കും ഇന്നത്തെ വീഡിയോത്തെ ടൈറ്റിൽ. ഒരു തല്ലിപ്പൊളി ദിവസം. ഒരു മിനിറ്റ് ഗസ്, ഞാൻ സാധനം കുറിച്ച് പേപ്പർ ബോട്ടിൻ്റെ എന്നിട്ട് ഡ്രിങ്ക്സ് ആൻഡ് മെമ്മറീസ് അമ്രാസ്. ഇതിൻ്റെ കോക്കനട്ടും ഉണ്ട്, മാംഗോ ഉണ്ട്, പല ഫ്ലേവേഴ്സ് ഉണ്ടാവും. ഇത് ഞാൻ കുടിച്ചു, ഒരു രക്ഷയില്ലാത്ത സാധനം. 40 രൂപ ഇതിന്. വെറുത്തല്ല, എന്നാലും 40 രൂപയ്ക്ക് വെറുത്തല്ല. ക്വാണ്ടിറ്റി വളരെയധികം കുറവാണ്, പക്ഷെ നല്ല ടേസ്റ്റ്, ഒരു രക്ഷയില്ല. ഈ ഭയങ്കര തിക്കുണ്ട് ഇതിന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോൻ്റെ പൾപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ എന്താ ഉള്ളത് ഇവിടെ? ഇത് ഷേവിങ് സെറ്റ് ഞാൻ പഠിക്കാറുണ്ട് ഗൈസ്. താടി ചെറുതായിട്ട് ഞാനിങ്ങനെ വടിച്ച് വളച്ച് കളയും. ഞാൻ ഇതിന് പഠിക്കാറില്ല. സ്കൂളിൽ ഞാൻ വെക്കേഷൻ ടൈമിൽ മാത്രമേ പഠിക്കാറുള്ളൂ. സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞാൽ പണി പാടുമല്ലോ. പിള്ളേരോടെന്നൊക്കെ പറയും ഇനി ഒറ്റ വർഷം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് സ്കൂൾ ലൈഫ് അവസാനിച്ചു. മോട്ടർ അമ്മ, മോട്ടർ ഇപ്പോൾ ഓഫ് ചെയ്യാം ഗ്യാസ്. ഞാൻ മോട്ടർ ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിരിട്ട് എൻ്റെ പൊന്നെ, എന്താ മോട്ടർ. അമ്മേ, പാമ്പൊന്നുമില്ലല്ലോ വൈകി. അപ്പം ഇങ്ങനെ ഗൈസ്, മെയ് മാസമായി ഗൈസ്. ജൂൺ 1 എൻ്റെ സ്കൂള് തുറക്കും. 10 റിസൾട്ട് അറിയുന്നുണ്ട്. +1 റിസൾട്ട് അല്ല, അത് ഞാൻ പിന്നെ പോട്ടെ എന്ന് വയ്ക്കാം. അപ്പോൾ ജൂണ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്കാണ് ഗൈസ്. ഇനി ഒറ്റ വർഷം കൂടി സഹിക്കേണ്ടതുള്ളൂ. അപ്പോൾ അവസാനത്തെ വർഷമായതുകൊണ്ട് തന്നെ ഒരു പിടി പിടിച്ചാലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ സീനിയേഴ്സിൻ്റെ കുറച്ച് ചേട്ടന്മാരുണ്ട്, എനിക്ക് അറിയണ കുറച്ച് ചേട്ടന്മാരുണ്ട്, വേറെ സ്കൂളിലാണ്. ട്യൂഷനിൽ 11 എൻ്റെ ട്യൂഷൻ തുടങ്ങും. അപ്പം ഞാൻ എൻ്റെ ട്യൂഷനിലത്തെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ട്യൂഷന് ചെന്ന എനിക്ക് വയ്യ. ട്യൂഷന് പോയാണ്ടല്ലോ ഒരുമാതിരി ഇട്ട് വെറുപ്പിച്ച് പണ്ടാറടക്കും. ഞാൻ പറയുന്നില്ല അതിനെ കുറിച്ച്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഇത് എൻ്റെ ഞാൻ സ്കൂളിൽ ഇപ്പോൾ +1 കഴിഞ്ഞു. +2 വരെ കാലഘട്ടം. +2 കയ്യിൽ കൂട്ടണ്ട, കണക്കിൽ കൂട്ടണ്ട. +1 വരെ ഉള്ള ഏകദേശം ഒരു 5-8 ട്യൂഷനിൽ പോയിട്ടുണ്ടാവാം. ഓരോ 2 വർഷം കൂടുമ്പോൾ ഓരോരോ ട്യൂഷനിൽ മാറാറുണ്ട്. അപ്പോൾ ഒരു വർഷം ട്യൂഷനേ പോയിട്ടില്ല, 9 എണ്ണമുണ്ട്. അപ്പം ഇങ്ങനെ പല ട്യൂഷനിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു ഇതുവരെ കിട്ടാത്തൊരു നല്ലൊരു രസം ഇതിൽ തോന്നി. ഈ രസമുണ്ട് ആക്ച്വലി. കൈ കിടക്കണം ഈ ടാബ്. ഒരു മിനിറ്റ്. ഒരു നല്ലൊരു രസം എല്ലാം കിട്ടുന്നുണ്ട്. ഞാനേ ഇങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ ഐ കോണ്ടാക്ട് എൻ്റെ ക്യാമറയ്ക്ക് ഇപ്പം എൻ്റെ കണ്ണ് കറക്റ്റായിരിക്കും. ഞാൻ എൻ്റെ മുഖം നോക്കി സംസാരിക്കുമ്പോൾ കിട്ടുന്നില്ല. ഞാൻ ക്യാമറയ്ക്ക് നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ ഫേസ് നോക്കുമ്പോഴേ അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഭയങ്കര ചൂട് കേസ്, ഒടുക്കത്തെ ചൂട്. ഇതെൻ്റെ മുറിയാണ്. ഒരു മിനിറ്റ് ലൈറ്റ് ഇടട്ടെ. ഒരു തല്ലിപ്പൊളി വെള്ളിയാഴ്ച ദിവസം
എന്ന് പറഞ്ഞുള്ള ടൈറ്റിലായിരിക്കും ഇന്നത്തെ. അപ്പോൾ ഇനി കൺസിസ്റ്റൻ്റ് ആയിരിക്കും ഗൈസ്. ഓക്കെ, ഞാൻ ഇന്നലെ കൂടൽമാണിക്യ ഉത്സവത്തിന് വേണ്ടി പോയ കാര്യം ഞാൻ എന്തായിരുന്നു ഞാൻ ഇതിലത്തെ അവസാനം ഞാനൊരു 2 മിനിറ്റ് ഒരു നിർത്താതെ ഒരു പടക്കം പൊട്ടുന്ന വീഡിയോ കാണിക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ ബെഡ്റൂമാണ്, വിരിച്ചിട്ടില്ല, വിരിക്കണം. അപ്പോൾ പിന്നെന്താണ്, പിന്നൊന്നുമില്ലല്ലോ പറയാൻ. ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്താ കാണിക്കുക. നിങ്ങൾ സിനിമയൊക്കെ കണ്ടോ ഗൈസ്? സിനിമ ഏതൊക്കെ സിനിമ കണ്ടു എന്നൊക്കെ പറയാം. ഞാനൊരു വലിയൊരു സിനിമ പ്രാന്തനാണ്. സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും, പ്രാന്തനാണ്. സിനിമ മാത്രമല്ല, ഞാൻ ഇങ്ങനെ സീരിയൽസും കാണും, സീരീസും കാണും, സീരിയൽസും കാണും. സീരിയൽസ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഈ മലയാള സീരിയലല്ല, ഹിന്ദി സീരിയലാണ്. ഹിന്ദി സീരിയൽ ഒരു രക്ഷയില്ല. അത് ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹിന്ദി സീരിയൽ മാത്രമല്ല, ഹിന്ദി പടങ്ങൾ ഇഷ്ടം പോലെ വാരി വലിച്ചിരുന്ന് കാണും. പല മലയാളികൾക്കും ഹിന്ദി പടങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല, ഓവർ ദ ടോപ്പാണ്. ഞാനിങ്ങനത്തെ ഫൈറ്റ് മൂവീസും ആക്ഷൻ മൂവീസും അങ്ങനെ കാണാറുണ്ട്, പക്ഷെ ഇഷ്ടപ്പെടാറില്ല. എനിക്ക് റൊമാൻസും അതൊക്കെയാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ ഇത്തിരി മൂഞ്ചിയ റൊമാൻസാണ്, സയ്യാരൊന്നും എനിക്ക് അത്ര ഇതല്ല. അപ്പോൾ ഗൈസ്, നിങ്ങളെന്തൊക്കെയാണ്, നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് വെക്കേഷൻ എന്നൊക്കെ പറയാം. പിന്നെ പിന്നെ ഏതൊക്കെ പ്രായത്തിലുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തൊക്കെയായാലും നാളെ ശനി ഞായറൊക്കെ ആണല്ലോ, ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്നൊക്കെ പറയാം. നാളെ 9-ാം തീയതിയാണ്. നാളെ എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. അപ്പം ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പോൾ ഇപ്പം സമയം ഞാനിങ്ങനെ 7 മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 8-ാമത്തെ മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണാൻ പറ്റും, ഒരു പടക്കം പൊട്ടുന്ന. ഇന്നലെ ഞാൻ ഉത്സവത്തിന് പോയിട്ടുണ്ടായി. അത് നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഏകദേശം 8 മിനിറ്റോളം നിർത്താതെ, 8 അല്ല 15 മിനിറ്റോളം ഉണ്ടായിരുന്നു. ഏകദേശം 10 മിനിറ്റാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം ഞാൻ ആ 10 മിനിറ്റും അത് ഇടുന്നില്ല. ഏകദേശം ഒരു 4 മിനിറ്റ് ഒരു രക്ഷയില്ല. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലത്തെ അടിപൊളി വെടിക്കെട്ട്, ഇരിഞ്ഞാലക്കുട പള്ളിപ്പെരുന്നാളക്കട അടിപൊളി. ഇനിയിപ്പോൾ വരും കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് പടക്കം പൊട്ടിയത്, എങ്ങനെയുണ്ടെന്നൊക്കെ പറയുക, അഭിപ്രായം പറയുക. അപ്പോൾ ഗൈസ് അടിച്ചു പൊളിക്കുക ഗൈസ്. ഓക്കെ, ബൈ, നാളെ കാണാം. അടിപൊളി ഇപ്പൊ കിട്ടുമ്പോ ടീച്ചറാ.